ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നീക്കങ്ങൾ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് പിന്നാലെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ ലക്ഷ്യം വെച്ചേക്കാമെന്ന് വിദേശകാര്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവാകാനുള്ള ട്രംപിന്റെ ശ്രമം ഉത്തര കൊറിയയെയും കിമ്മിനെയും ലക്ഷ്യം വെച്ചേക്കാമെന്നാണ് പറയുന്നത്. വെനസ്വേല, ഇറാൻ, ഗ്രീൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്കെതിരായ സമീപകാല നടപടികൾ ട്രംപിന് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ജനുവരി 3-നാണ് US സൈന്യം വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. തൊട്ടുപിന്നാലെ ഫെബ്രുവരിയിൽ ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ സംയുക്ത വ്യോമാക്രമണം നടത്തി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുകയും ചെയ്തു. ഏറെക്കാലം അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയ രാജ്യത്തലവന്മാരെയാണ് ഇല്ലാതാക്കിയത്. ഇറാന് ശേഷം ക്യൂബയിലേക്കും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിലേക്കും അമേരിക്ക ലക്ഷ്യം വെക്കാമെന്നും പറയുന്നുണ്ട്. ദി യൂറോ ഏഷ്യൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് വെനസ്വേലയിൽ നിന്നും നിക്കോളാസ് മഡൂറോയെ പിടികൂടി പുറത്താക്കിയതും ഖമേനിയെ വധിക്കപ്പെട്ടതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ശക്തി എടുത്തു കാണിക്കുന്നു. ട്രംപിന്റെ നടപടി അമേരിക്കയെ എതിരാളികളായി കരുതുന്ന നിരവധി രാജ്യങ്ങളിലെ ഉന്നത നേതാക്കൾ ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കിം ജോങ് ഉന്നാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനെന്ന് സിയോൾ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലെ വിശകലന വിദഗ്ധർ ഗോ മ്യോങ് ഹ്യൂൻ പറയുന്നുണ്ട്. എല്ലാറ്റിനുമുപരി നേതാവിനെ സംരക്ഷിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭരണകൂടങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ട്രംപ് സൃഷ്ടിക്കുന്നതെന്നും യൂറോപ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഒരു രാജ്യത്തിന്റെ നേതൃത്വം ഒരു ശരീരത്തിന്റെ തലച്ചോറ് പോലെയാണ്. അതിനെ നശിപ്പിക്കുന്നതോടെ രാജ്യം മരിച്ച പോലെയാകുന്നു. ഈ തന്ത്രമാണ് ട്രംപ് പ്രയോഗിക്കുന്നത്. ശക്തനായ നേതാവിനെ ഇല്ലാതാക്കുകയോ വധിക്കുകയോ വികലാംഗനാക്കുകയോ ചെയ്യുമ്പോൾ ശത്രുവിന്റെ കഴിവുകൾ ഇല്ലാതാകുന്നുവെന്ന് ട്രംപ് കരുതുന്നു. അതിന്റെ ഫലമാണ് മഡൂറോയെ ജയിലിലടച്ചതും ഖമേനിയെ ഇല്ലാതാക്കിയതെന്നും അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ റോബർട്ട് പേജ് പറയുന്നുണ്ട്. മുഅമ്മർ ഗദ്ദാഫിയും സദ്ദാം ഹുസൈനും ഈ പട്ടികയിലെ ചില പേരുകളാണെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ഡേവിഡ് ഇഗ്നേഷ്യസ് എഴുതി. അതേസമയം അമേരിക്കയുടെ ഈ അധിനിവേശ തന്ത്രങ്ങൾ ഉത്തര കൊറിയയുടെ മണ്ണിൽ നടപ്പാകുമെന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വെനസ്വേലയിലോ ഇറാനിലോ കാണിച്ചതുപോലെയുള്ള സൈനിക അഭ്യാസങ്ങൾ കിം ജോങ് ഉന്നിന്റെ കരുത്തിനു മുന്നിൽ പരാജയപ്പെടാനാണ് സാധ്യത. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത പൊരുതുന്ന ഒരു ജനതയാണ് ഉത്തര കൊറിയയിലുള്ളത്. അവരുടെ സൈനിക ശേഷിയും ആത്മവിശ്വാസവും തകർക്കാൻ അമേരിക്കയുടെ ഡീക്യാപിറ്റേഷൻ സ്ട്രാറ്റജിക്കൊന്നും സാധിക്കില്ല. തങ്ങളുടെ നേതാവിനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താമെന്ന ട്രംപിന്റെ നിയന്ത്രണങ്ങൾ ഉത്തര കൊറിയയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ തകർന്നടിയും. ഉത്തര കൊറിയയുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറും. ചുരുക്കത്തിൽ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തെ ഇല്ലാതാക്കി ഉത്തര കൊറിയയെ കീഴ്പ്പെടുത്താമെന്നത് അമേരിക്കയുടെ ഒരു സാക്ഷാത്കാരമാകാത്ത സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന് ഉറപ്പാണെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.